ഊർജ്ജം ആഗിരണം ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരം ഭൂമിയുടെ നാച്ചുറൽ മാഗ്നറ്റിക് ഫ്രീക്വൻസിയെ ആഗിരണം ചെയ്യാനാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഇതൊരു വുഡാണ്, പ്ലൈവുഡ്. ഇതിന്റെ കനം ഏകദേശം 20 മില്ലിമീറ്റർ ആണ്. ഇതൊരിക്കലും വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. എന്നാൽ ഇതിനുള്ളിൽ മാഗ്നറ്റിക് ഫ്രീക്വൻസി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഞാൻ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. മുകളിലും ഞാൻ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ഇങ്ങനെ ചലിപ്പിക്കുന്നു. ഓക്കെ, ഈ മാഗ്നറ്റ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു എന്നാൽ ഇവ പരസ്പരം ഊർജം കടത്തിവിടുന്നു. എന്നാൽ വുഡ് ഇലക്ട്രിക് ഫ്രീക്വൻസിയെ കടത്തിവിടുന്നില്ല. എന്നാൽ നമ്മുടെ ശരീരം ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു വയറാണ്. ഞാൻ ഈ വയറിലൂടെ വൈദ്യുതി കടത്തിവിട്ട ശേഷം ഇതിനെ സ്പർശിച്ചാൽ എനിക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? കാരണം ഇതിനു ചുറ്റും പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. ഇതിന്റെ എനർജി പരിശോധിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ടെസ്റ്റർ കൊണ്ട് ചെക്ക് ചെയ്ത് ഇതിനുള്ളിൽ വൈദ്യുതി ഉണ്ടോ എന്ന് നോക്കണം. കാരണം നമുക്ക് വൈദ്യുതിയെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ വയറിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിനെ സ്പർശിക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഷോക്ക് ഏൽക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചെറിയ 1 mm പ്ലാസ്റ്റിക്കിന് എന്നെ ഷോക്കിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. നമ്മൾ എല്ലാവരും ഷൂസും ചെരുപ്പും ധരിക്കുന്നവരാണ്. അത് ധരിച്ചിട്ടാണ് നമ്മൾ എല്ലായിടത്തും നടക്കുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ ഭൂമിയിലെ മണ്ണുമായുള്ള ബന്ധം നമുക്ക് പൂർണ്ണമായും ഇല്ലാതാകുന്നു. അതിന് ലളിതമായ ഉദാഹരണമാണ് നമുക്ക് ഭൂമിയുമായുള്ള ബന്ധം ഇല്ലാതാകുമ്പോൾ ശരീരം